عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ പല തരത്തിലുള്ള സെന്റൻസുകളെ കുറിച്ച് പഠിച്ചു. സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ അസർട്ടീവ് സെന്റൻസ്, ഇന്റർഗേറ്റീവ് സെന്റൻസ്, ഇംപരേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഒക്കെ പഠിച്ചു. പിന്നെ ഇനി പഠിക്കാനുള്ളത് കൺവേർഷൻ ഓഫ് സെന്റൻസസ്. സെന്റൻസുകളെ മാറ്റൽ, കൺവേർട്ട് ചെയ്യാറുണ്ട്, മാറ്റുക. ഒരു ആള് ഒരു മതം മാറി മറ്റൊരു മതത്തിലേക്ക് പോകുന്നതിന് കൺവേർഷൻ എന്നറിയും അല്ലേ? മതം മാറി കൺവേർട്ട് ചെയ്യുക എന്നറിയും. കൺവേർട്ടഡ് ക്രിസ്ത്യൻ, കൺവേർട്ടഡ് മുസ്ലിം എന്നൊക്കെ പറയും. ഇനി പരിവർത്തനം ചെയ്യാം. അപ്പൊ ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസായി, മറ്റൊരു ടൈപ്പ്, ഒരു ടൈപ്പ് സെന്റൻസിനെ മറ്റൊരു ടൈപ്പ് സെന്റൻസായി മാറ്റുക, പരിവർത്തിപ്പിക്കുക. അതാണ് കൺവേർഷൻ ഓഫ് സെന്റൻസസ് ഉദ്ദേശിക്കുന്നത്. ദ ഫോളോയിങ് ആർ ദ കൺവേർഷൻസ്. കൺവേർഷൻസ് പലതരത്തിലാവാം. ഒന്ന്, ചേഞ്ചിങ് ആൻ അഫർമേറ്റീവ് സെന്റൻസ് ഇൻടു നെഗറ്റീവ് സെന്റൻസ്. നെഗറ്റീവ് സെന്റൻസ്. ഒരു അഫർമേറ്റീവ് സെന്റൻസിനെ ഒരു നെഗറ്റീവ് സെന്റൻസ് ആക്കി മാറ്റുക എന്ന് പറയുമ്പം അറബി പറഞ്ഞാല് ഒരു മുസ്ബത്തിനെ ഒരു മൻഫി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഒരു സ്ഥിരം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ കാര്യം ചെയ്തില്ല എന്ന് പറയും. അതാണ് അസർട്ടീവിനെ നെഗറ്റീവ് ആക്കുക എന്ന് പറയുന്നത്. ശരി, അസർട്ടീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. മറ്റൊന്ന്, ചേഞ്ചിങ് എ നെഗറ്റീവ് സെന്റൻസ് ഇൻടു ആൻ അഫർമേറ്റീവ്. തിരിച്ച് നെഗറ്റീവ് സെന്റൻസിനെ എന്താക്കുക? അഫർമേറ്റീവ്. അഫർമേറ്റീവ്, അഫേം എന്ന് പറയുന്നത് ഉറപ്പിക്കുക. അപ്പൊ അങ്ങനെ സുബൂത്തായതിനെ എന്ത് ചെയ്യുക? അല്ല, നെഗറ്റീവ് ആയതിനെ സുബൂത്താക്കുക, മൻഫി ആയതിനെ മുസ്ബത്താക്കുക എന്നർത്ഥം. അടുത്ത്, ചേഞ്ചിങ് ആൻ അസർട്ടീവ് സെന്റൻസ് ഇൻടു ആൻ ഇന്റർഗേറ്റീവ് സെന്റൻസ്. ഒരു അസർട്ടീവ് സെന്റൻസിന്, അഫർമേറ്റീവ് അല്ല, അസർട്ടീവ് സെന്റൻസിന്. അസർട്ടീവ് സെന്റൻസ് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒരു പ്രസ്താവന. അത് ആ പ്രസ്താവന ഒന്നുകിൽ അഫർമേറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. രണ്ടാണെങ്കിലും പ്രസ്താവനയാണ്. ശരി, അസർട്ടീവ് ആണ്. അസർട്ടീവ് സെന്റൻസിനെ ഒരു ഇന്റർഗേറ്റീവ് സെന്റൻസ്, അതായത് ഒരു ക്വസ്റ്റ്യൻ ആക്കുക, ക്വസ്റ്റ്യൻ രൂപത്തിലാക്കുക, ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ് ആക്കി മാറ്റുക. തിരിച്ച്, ചേഞ്ചിങ് ആൻ ഇന്റർഗേറ്റീവ് സെന്റൻസ് ഇൻടു ആൻ അസർട്ടീവ് സെന്റൻസ്. ഒരു ഇന്റർഗേറ്റീവ് സെന്റൻസ്, അതായത് ഒരു ചോദ്യത്തെ, ഒരു ക്വസ്റ്റ്യനെ എന്താക്കി മാറ്റുക? ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അസർട്ടീവ് സെന്റൻസ് ആക്കി മാറ്റുക. നെക്സ്റ്റ്, ചേഞ്ചിങ് ആൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇൻടു ആൻ അസർട്ടീവ് സെന്റൻസ്. ശരി, ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ ഒരു അസർട്ടീവ് സെന്റൻസ് ആക്കുക. ഇവിടെ കൊടുത്തിടത്തിൽ നിങ്ങളെ ഒരു ഗൈഡ് രൂപത്തിൽ കൊടുത്ത ടെക്സ്റ്റിൽ ഒക്കെ ചില തെറ്റുകളുണ്ട്. ചേഞ്ചിങ് എ നെഗറ്റീവ് സെന്റൻസ് ഇൻടു അഫർമേറ്റീവ് എഴുതിയാൽ പറയാം, ഇൻടു ആൻ അഫർമേറ്റീവ് സെന്റൻസ് എഴുതിയാലേ കറക്റ്റ് ആവുള്ളൂ. അതേപോലെ ചേഞ്ചിങ് ആൻ അഫർമേറ്റീവ് സെന്റൻസ് ഇൻടു എ നെഗറ്റീവ് സെന്റൻസ് വേണം. കാരണം ഇവിടെ ആൻ അഫർമേറ്റീവ്, ഒരു അഫർമേറ്റീവ് സെന്റൻസിന് ഒരു നെഗറ്റീവ് സെന്റൻസ് വേണം. ശരി, ചേഞ്ചിങ് ആൻ ഇന്റർഗേറ്റീവ് സെന്റൻസ് ഇൻടു ആൻ അസർട്ടീവ് സെന്റൻസ്. ആൻ, എ ആൻ, വൊവൽസ് ആവുമ്പോ ആൻ വരും അല്ലെ? വൊവൽ സൗണ്ടാണ്. വൊവൽ സൗണ്ട് വരുമ്പോഴാണ്. വൊവൽ അക്ഷരം തുടക്കത്തിൽ വന്നെന്ന് വിചാരിച്ചിട്ടല്ല. അസർട്ടീവ്, അവിടെ എ വന്നു, അ എന്ന സൗണ്ട് വന്നു അല്ലെ? അപ്പൊ ആൻ അസർട്ടീവ് സെന്റൻസ്, ഒരു അസർട്ടീവ് സെന്റൻസ്. ആൻ അഫർമേറ്റീവ് സെന്റൻസ്. എ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയില്ല. ശരി, നേരെ കുറച്ച് എ നെഗറ്റീവ് സെന്റൻസ് പറയും. കാരണം എന്താ? അവിടെ വൊവൽ സൗണ്ട് അല്ല. വൊവൽ ഏതൊക്കെയാണ്? സ്വരാക്ഷരങ്ങൾ എ, ഇ, ഐ, ഒ, യു അല്ലെ? അതാണ് ഇംഗ്ലീഷിൽ സ്വരാക്ഷരങ്ങൾ. അറബിയിൽ നമ്മൾ എന്താണ്? ഇല്ലത്തിന്റെ ഹുറൂഫുൽ ഇല്ലത്ത്, മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ അല്ലെ? ചേഞ്ചിങ് ആൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇൻടു ആൻ അസർട്ടീവ് സെന്റൻസ്. എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ അത്ഭുതം, ആശ്ചര്യം, അതിയായ സന്തോഷം ഒക്കെ സൂചിപ്പിക്കാനാണ് എക്സ്ക്ലമേഷൻ. ഇനി എക്സാമ്പിൾസ് പറയാം. ഇവിടെ ഈ ഗൈഡിൽ കൊടുത്തിട്ടുള്ള അതുപോലെയാണ് വായിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും തിരുത്ത് തോന്നിടത്ത് പറയും, ശ്രദ്ധിക്കുക. ചേഞ്ചിങ് ആൻ അഫർമേറ്റീവ് സെന്റൻസ് ഇൻടു എ നെഗറ്റീവ് സെന്റൻസ്. ഒരു എളുപ്പത്തിന് വേണ്ടി ചേഞ്ചിങ് അഫർമേറ്റീവ് ഇൻടു നെഗറ്റീവ് കൊടുത്തു. നമ്മൾ കുറെ കൂടി കൃത്യം ഇങ്ങനെയാണ്: ചേഞ്ചിങ് ആൻ അഫർമേറ്റീവ് സെന്റൻസ് ഇൻടു എ നെഗറ്റീവ് സെന്റൻസ്, അല്ലെങ്കിൽ ചേഞ്ചിങ് അഫർമേറ്റീവ് സെന്റൻസസ് ഇൻടു നെഗറ്റീവ് സെന്റൻസസ്, അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? വേർബ് ടു ബി. ടു ബി എന്ന വേർബ് ഉദാഹരണം: ഐ ആം എ ഡ്രൈവർ.
ഇവിടെ ബി എവിടെ? ബി എന്നില്ല. ബി എന്നതിന്റെ വിവിധ രൂപങ്ങളാണ് ആം, ഈസ്, ആർ, വാസ്, വെയർ. ആം, ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ ആം എ സ്റ്റുഡന്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നൊക്കെ പറയും പോലെ. അവിടെ ആം പ്രസന്റ് ടെൻസിലാണ്. ഐയുടെ കൂടെ മാത്രം ആം ഉപയോഗിക്കും. ഈസ്, ഹീസ് എ ഡോക്ടർ, ഹീസ് എ സ്റ്റുഡന്റ്, ഹീസ് എ വർക്കർ, ഹീസ് എ കെമിസ്റ്റ്, ഹീസ് എ ഫാർമസിസ്റ്റ്. ശരിയല്ലേ? ഇതൊക്കെ അവൻ ഒരു ഫാർമസിസ്റ്റ് ആണ്, അവൻ ഒരു ഡോക്ടറാണ്, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈസ് ഉപയോഗിക്കുന്നു. ആർ പ്ലൂറലാകും. ദേ ആർ ഡോക്ടേഴ്സ്, ദേ ആർ ടീച്ചേഴ്സ്, ദേ ആർ വർക്കേഴ്സ് എന്നിങ്ങനെ. അവർ ജോലിക്കാരാണ്, ദേ ആർ വർക്കേഴ്സ്. ദേ പ്ലൂറലാകും. ദേ ആർ ഉപയോഗിക്കും. എ ആർ ഇ അല്ലേ? ഇനി ആം, ഈസ്, ആർ, വാസ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത്? ഈസ് ഒക്കെ വാസ് ആവും അല്ലേ? ഐ വാസ് എ ടീച്ചർ, ഞാനൊരു അധ്യാപകനായിരുന്നു. ഐ വാസ് എ ടീച്ചർ ഇൻ എ സ്കൂൾ. ഐ വാസ് എ ടീച്ചർ ഇൻ എ ഗവൺമെന്റ് സ്കൂൾ. ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകൻ ആയിരുന്നു. ഇപ്പൊ അല്ല, ആയിരുന്നു എന്ന് പറയാം. പിന്നെ WERE, ആർ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ നേരെ പ്ലൂരൽ ആയിരുന്നു എന്ന് തന്നെ അർത്ഥം. ദേ വേർ ടീച്ചേഴ്സ്, അവർ അധ്യാപകരായിരുന്നു. They were teachers in a government school. ഒരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരായിരുന്നു അവർ. പെൻഷനായി, റിട്ടയർഡായി. ശരി. അപ്പോ ആം, ഈസ്, ആർ, വാസ്, വെയർ ഇതൊക്കെ ബിയുടെ വിവിധ ഫോംസ് ആണ്. ഫോംസ് ഓഫ് ബി എന്ന് പറയും. BE. ശരി. ഇനി എക്സാമ്പിൾ നോക്കാം. ഐ ആം എ ഡ്രൈവർ, അതൊരു അഫർമേറ്റീവാണ്. ഒരു അഫർമേറ്റീവ് സെന്റൻസ് ആണെന്ന് അർത്ഥം. ഞാൻ ഒരു ഡ്രൈവറാണ്. ഐ ആം നോട്ട് എ ഡ്രൈവർ, നെഗറ്റീവ് ആക്കി. സിമ്പിൾ അല്ലേ? നോട്ട് ചേർത്തിട്ട് ആം കഴിഞ്ഞിട്ടാണ് നോട്ട് ചേർക്കേണ്ടത്. ഐ കഴിഞ്ഞിട്ട് ആം കഴിഞ്ഞ് നോട്ട് ചേർക്കുന്നു. വി ആർ സ്റ്റുഡൻസ്, നാം വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളാണെന്ന് പറയാം, നമ്മൾ വിദ്യാർത്ഥികളാണെന്ന് അർത്ഥമാകാം. രണ്ടർത്ഥമാണ്. വി ആർ നോട്ട് സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളല്ല, നാം വിദ്യാർത്ഥികളല്ല. റഷീദ് ഇസ് എ ടീച്ചർ, റഷീദ് ഒരു അധ്യാപകനാണ്. റഷീദ് ഇസ് നോട്ട് എ ടീച്ചർ, റഷീദ് ഒരു അധ്യാപകൻ അല്ല, നെഗറ്റീവ് അല്ലേ? ഷി വാസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടർ ആയിരുന്നു. ഷി വാസ് നോട്ട് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടർ അല്ലായിരുന്നു. ദേ വേർ സാഡ്, അവർ ദുഃഖിതരായിരുന്നു. ദേ ആർ സാഡ് എന്നാണെങ്കിലോ ARE, അവർ ദുഃഖിതരാണ്. ദേ വേർ സാഡ്, അവർ ദുഃഖിതരായിരുന്നു. ദേ വേർ നോട്ട് സാഡ്, അവർ ദുഃഖിതരായിരുന്നില്ല. ശരി. നൗ വെർബ് ടു ഹാവ് എന്ന പ്രയോഗം അത് വരുന്ന നോക്കാം. സുമയ്യ ഹാസ് എ കാർ, അതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്. സുമയ്യക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഹി ഹാസ് എ കാർ, അവനൊരു കാറുണ്ട്. ഷീ ഹാസ് എ ഡോൾ, അവൾക്കൊരു പാവയുണ്ട്. ഷീ ഹാസ് എ ഡോഗ്, അവൾക്കൊരു പട്ടിയുണ്ട്. ശരി. ഷീ ഹാസ് എ ന്യൂ ഹൗസ്, അവൾക്കൊരു പുതിയ വീടുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ ഹാസ് എന്ന സിംഗുലർ ഏകവചനത്തിന്റെ കൂടെയും ഹാവ് HAVE ഹാവ് എന്നത് പ്ലൂരലിന്റെ കൂടെ ഉപയോഗിക്കും. പിന്നെ IU ഇവയുടെ കൂടെയും ഹാവ് ആണ് ഉപയോഗിക്കുക. HAVE ഹാവ്. ശരി. ഐ ഹാവ് എ കാർ, സിംഗുലർ ആണ് ഞാൻ, എന്നാലും ഐ ഹാവ് എന്നാ പറയാം. ഐ ഹാസ് എന്ന് പറയില്ല. ശരി. യു ഹാവ് എ കാർ, നിനക്കൊരു കാറുണ്ട്. യു ഹാവ് എ ഗുഡ് വൈഫ്, നിനക്കൊരു നല്ല ഭാര്യയുണ്ട്. യു ഹാവ്. അപ്പോ യു ഹാവ്, യു ഹാസ് എന്നല്ല. ശരി. യു ഹാവ് എന്നാണ്. യു എന്നത് സിംഗുലറുമാണ് പ്ലൂരലുമാണ് ഒരേ ടൈം. നീ എന്നും അർത്ഥമുണ്ട്, നിങ്ങൾ എന്നും അർത്ഥമുണ്ട്. ശരി. എന്തായാലും യുവിന്റെ കൂടെ ഹാവ് ആണ് വരുന്നത് കേട്ടോ, ഹാസ് അല്ല. അതേപോലെ ഇപ്പോ ഒരാളോട് ചോദിക്കണം ഹൗ ആർ യു, എനിക്ക് എങ്ങനെയുണ്ട്, സുഖാണോ എന്ന് ചോദിക്കുന്നത്. ഹൗ ആർ യു, ഹൗ ഈസ് യു എന്ന് ചോദിക്കൂല. യു സിംഗുലർ ആണെങ്കിലും ആർ എന്ന ബഹുവചനമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ശരി. ഒരാളോടാ ചോദിക്കുന്നെങ്കിലും അതാണ്. സുമയ്യ ഹാസ് എ കാർ, അതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ നെഗറ്റീവ് എങ്ങനാക്കും? സുമയ്യ ഡസിന്റ് ഹാവ് എ കാർ. സുമയ്യ ഡസിന്റ് ഹാവ് എ കാർ. ഹാസ് എന്ന് സുമയ്യ ആയതുകൊണ്ട് ഏകവചനാണ് അല്ലെ, അവിടെ ഹാസ് എന്ന് വന്നിരിക്കുന്നു. അതിനെ ഹാസ് നോട്ട് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ശരി. സുമയ്യ ഹാസ് നോട്ട് എ കാർ എന്നല്ല, സുമയ്യ ഡസിന്റ് ഹാവ് എ കാർ. അപ്പൊ ഹാസിന്റെ നെഗറ്റീവ് എന്താണ്? ഡസിന്റ് ഹാവ്. ഡസ് നോട്ട് ഹാവ് എന്നാണ് യഥാർത്ഥത്തിൽ. അത് ചുരുക്കി പറയുന്നതാണ് ഡസിന്റ് ഹാവ്, അബ്രിവിയേഷൻ ആയിട്ട് പറയാം. ഡസ് നോട്ട് എന്നത് ഡസിന്റ് എന്ന് ഷോർട്ടാക്കി എഴുതുമ്പോൾ
ഡസ് എന്ന് എഴുതിയിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു എൻ എഴുതണം. എന്നിട്ടൊരു അപ്പോസ്ട്രോഫി ഇങ്ങനെ ഇടും. എന്നിട്ട് ടി എഴുതും. ഓ എഴുതൂല. അല്ലെങ്കിൽ ഡസ് നോട്ട് എന്ന് തിരിച്ചെഴുതണം. ഡസ് നോട്ട്, ഡസ് എഴുതിയിട്ട് നോട്ട്. അപ്പോൾ രണ്ട് രൂപത്തിലും വരാം. സുമയ ഹാസ് എ കാർ, അത് അഫർമേറ്റീവ് സെന്റൻസ്. സുമയ ഡസ് നോട്ട് ഹാവ് എ കാർ, സുമയ്ക്ക് ഒരു കാർ ഇല്ല. സുമയ ഡസിന്റ് ഹാവ് എ കാർ, സുമയ്ക്ക് ഒരു കാർ ഇല്ല. രണ്ട് രൂപത്തിലും വരാം. ഡസിന്റ് ഹാവ് ഓർ ഡസ് നോട്ട് ഹാവ്, ബോത്ത് ആർ സെയിം. ശരി. നോ, ദേ ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടുണ്ട്. ദേ ഡു നോട്ട് ഹാവ് എ ഹൗസ്. അവിടെ എന്താ ഡസ് നോട്ട് വന്നില്ല? കാരണം ദേ ഹാവ് എന്നാണ്. ഹാവ്, ദേ പ്ലൂരലാണ്. പ്ലൂരലിന്റെ കൂടെ ഡു ബേസ് ഫോം ആണ് ഉപയോഗിക്കുക. ഉദാഹരണം പറയാം വേറെ. ഐ റൈറ്റ് എ ലെറ്റർ, ഞാൻ ഒരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതുന്നു. അതാണ് ബേസ് ഫോം ആണ്. റൈറ്റ്, WRITE, അത് റൈറ്റ്. ഇതിന്റെ യെസ് ഫോം എന്ന് പറയുന്നത് റൈറ്റ്സ്, WRITES. ഗോ, പോവുക. ഗോസ്, GOES, ഗോസ്. അത് യെസ് ഫോം. രണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ശരി. ഷീ ഗോസ് ടു ടെമ്പിൾ എവറി ഡേ, അവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നു. ഷീ ഗോസ് ടു ടെമ്പിൾ എവറി ഡേ, അവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നു. ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് GOES എസ് ഫോം ഉപയോഗിച്ചു. ശരി. ഇനി അവരാണ് ഇട്ടിക്കോട്ടെ. ദേ ഗോ ടു മസ്ജിദ് എവറി ഡേ, അവർ എല്ലാ ദിവസവും മസ്ജിദിൽ പോകുന്നു. ദേ ബഹുവചനായപ്പോ ഗോ, ഗോസ് ഇല്ല, GOES അല്ല, GO മാത്രം. അപ്പോൾ ഒന്ന് യെസ് ഫോം എന്ന്, ഒന്ന് ബേസ് ഫോം. ബേസ് ഫോം എന്തിന്റെ കൂടെ ഉപയോഗിക്കും? പ്ലൂരലിന്റെ കൂടെയും IU എന്നിവയുടെ കൂടെ ഉപയോഗിക്കും. പ്ലൂരലിന്റെ കൂടെയും IU എന്നിവയുടെ കൂടെ. ഐ ഗോ ടു മസ്ജിദ് എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. ശരി. ഷീ ഗോസ് ടു ടെമ്പിൾ എവറി ഡേ, അവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നു. ദേ ഗോ ടു ടെമ്പിൾ എവറി ഡേ, അവർ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നു. ഇങ്ങനെ. അപ്പൊ നമ്മള് അത് മനസ്സിലാക്കിയത് ഇത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ ബേസ് ഫോം ഉപയോഗിക്കുന്നത് എന്തിന്റെ കൂടെയാണ്? പ്രസന്റില്, സിമ്പിൾ പ്രസന്റില്, വർത്തമാനകാലത്തില് പ്ലൂരലിന്റെ കൂടെയാണ് ബേസ് ഫോം ഉപയോഗിക്കുന്നത്. സിംഗുലറിന്റെ കൂടെയാണ് യെസ് ഫോം ഉപയോഗിക്കുന്നത്. ഹി റൈറ്റ്സ് എ ലെറ്റർ, അവൻ ഒരു കത്ത് എഴുതുന്നു. ദേ റൈറ്റ് എ ലെറ്റർ, അവർ ഒരു കത്ത് എഴുതുന്നു. ദേ റൈറ്റ് ലെറ്റേഴ്സ്, അവർ കത്തുകൾ എഴുതുന്നു. ഇനി വി റൈറ്റ് ലെറ്റേഴ്സ്, നാം കത്തുകൾ എഴുതുന്നു. ശരി. ഷീ റൈറ്റ്സ് എ ലെറ്റർ, അവൾ ഒരു കത്ത് എഴുതുന്നു. റൈറ്റ്സ് യെസ് ഫോം. ശരി. അപ്പൊ സിംഗുലറിന്റെ കൂടെ യെസ് ഫോമും പ്ലൂരലിന്റെ കൂടെ എന്ത് ഉപയോഗിക്കും? ബേസ് ഫോം ഉപയോഗിക്കും. പിന്നെ IU എന്നിവയുടെ കൂടെയും ബേസ് ഫോം എസ് ഇല്ലാതെയാണ് ഉപയോഗിക്കാൻ നടത്തും. അവസാനം എസ് ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കണം. ദേ ഹാവ് എ ഹൗസ്, ദേ ഡു നോട്ട് ഹാവ് എ ഹൗസ്. ദേ ഡസ് നോട്ട് ഹാവ് എ ഹൗസ് എന്ന് പറയില്ല. കാരണം ദേ എന്താണ്? ബഹുവചനം ആണ്, പ്ലൂരലാണ്. പ്ലൂരലിന്റെ കൂടെ എന്താണ് ഉപയോഗിക്കുന്നത്? ബേസ് ഫോം. ഡസ് എന്നത് എസ് ഫോം ആണ്. ഡു എന്നതിന്റെ എസ് ഫോം ആണ് ഡസ്. ഡു, ചെയ്യുക. ഡസ്, DOES. ഗോ, ഗോസ്. റൈറ്റ്, റൈറ്റ്സ് എന്നൊക്കെ പറയും പോലെ കേട്ടോ. അപ്പൊ ദേ ഡു നോട്ട് ഹാവ് എ ഹൗസ്. ദേ ഹാവ് എ ഹൗസ്, ദേ ഡു നോട്ട് ഹാവ് എ ഹൗസ്. ദേ ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടുണ്ട്. ദേ ഡു നോട്ട് ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടില്ല. ശരി, അവർക്കൊരു വീടില്ല. പ്രസന്റ് ടെൻസ് ആണ്. ദേ ഹാഡ് എ ഹൗസ് എന്ന് പറഞ്ഞാലോ, അവർക്കൊരു വീടുണ്ടായിരുന്നു. ദേ ഹാഡ് എ ഹൗസ് എന്ന് പറയുമ്പം അവർക്കൊരു വീടുണ്ടായിരുന്നു. ദേ ഡിഡ് നോട്ട് ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടില്ലായിരുന്നു എന്നാണ് അടുത്ത് വരുന്നത്. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ദേ ഡു നോട്ട് ഹാവ് എ ഹൗസ് എന്നും പറയാം. ദേ ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടുണ്ടായി, അവർക്കൊരു വീടുണ്ട്. ദേ ഡു നോട്ട് ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടില്ല. അത് ദേ ഡോണ്ട് ഹാവ് എ ഹൗസ് എന്നും പറയാം. നേരത്തെ ഡസ് നോട്ട് എന്ന ഡസിന്റ് എഴുതിയ പോലെ ഡു നോട്ട് എന്നത് ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണ്? ഡോണ്ട്. ഡോണ്ട് ഡു, ഡോണ്ട് ഗോ, പോകരുത്. ഡോണ്ട് ഡു, ചെയ്യരുത്. ഡു നോട്ട് ഡു എന്നാണ്, അതാണ് ചുരുക്കി പറയുന്നത് ഡോണ്ട് ഡു. ഇപ്പൊ ഡു നോട്ട് എന്നത് ഡോണ്ട് എന്ന് എഴുതാം. ഡോണ്ട് എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഡു, DO എന്ന് എഴുതിയിട്ട് ഒരു N എഴുതണം. എന്നിട്ട് ഒരു അപ്പോസ്ട്രോഫ് ഇട്ടിട്ട് T എഴുതണം. ഡോണ്ട്. ശരി. ഡോണ്ട് ഡു. ഡോണ്ട് സ്മോക്ക് മീൻസ് ഡു നോട്ട് സ്മോക്ക്. ഡോണ്ട് സ്മോക്ക്, പുകവലിക്കരുത്. ഡു നോട്ട് സ്മോക്ക് എന്നർത്ഥം. നോ സ്മോക്കിംഗ്, പുകവലി അരുത്.
ശരി. ഇനി അടുത്തത് വി ഹാഡ് എ കാർ. ഞങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നു. ഇല്ല, ശരി, ഞങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നു. വി ഡിഡ് നോട്ട് ഹാവ് എ കാർ. ഞങ്ങൾക്കൊരു കാർ ഇല്ലായിരുന്നു. ശരി. അപ്പൊ ഹാഡിന്റെ നെഗറ്റീവ് ആകുമ്പോൾ ഡിഡ് നോട്ട് ഹാവ് ആവും കേട്ടോ. മനസ്സിലായോ? ഓരോന്ന് മനസ്സിലാക്കിയേക്കണം. ഹി വെർബ് ടു ഡു വെർബ്. ഹി ഡസ് ദ വർക്ക്. അവൻ ജോലി ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു യെസ് ഫോം ആണ് ഉപയോഗിച്ചത് അല്ലേ? ഹി ഡസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിന്റെ ആവുമ്പോ യെസ് ഫോം ആണ് ഉപയോഗിക്കുക സിംഗുലറിന്റെ കൂടെ. ഹി എന്നത് സിംഗുലർ ആണ്, അവൻ എന്നർത്ഥം. ഹി ഡസ് അവൻ ചെയ്യുന്നു. ദ വർക്ക് ജോലി. ഹി ഡസിന്റ് ഡു ദ വർക്ക്. നെഗറ്റീവ് ആകുമ്പോ ഹി ഡസിന്റ് ഡു. ഹി ഡസ് നോട്ട് ദ വർക്ക് എന്ന് പറയില്ല. ഹി ഡസ് വർക്ക് നെഗറ്റീവ് ആക്കാൻ പറയുമ്പോൾ ഹി ഡസ് ദ വർക്ക്. നെഗറ്റീവ് ആക്കാൻ പറയുമ്പോൾ ഹി ഡസ് നോട്ട് ദ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ശരി. ഹി ഡസ് നോട്ട് ദ വർക്ക് എന്ന് പറയില്ല. ഹി ഡസിന്റ് ഡു ദ വർക്ക്. ശരിയല്ലേ? അപ്പോൾ ഡു ഡസ് ഡിഡ് ഇത് ബേസുകളാണ്. ഡു ഡസ് ഡിഡ്. അപ്പൊ അതിന്റെ കൂടെ എന്താണ് ആ പ്രവൃത്തിയെ ചേർക്കണം. ഇവിടെ പ്രവൃത്തി ഡു തന്നെയാണ്, ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോ ഹി ഡസിന്റ്, ഹീന്റെ കൂടെ ഡസ് വന്നു, പിന്നെ ഡു മതി, ബേസ് ഫോം മതി. വീണ്ടും ഒരു എസ് ഫോം വരരുത്. ഹി ഡസിന്റ് ഡസ് എന്ന് പറയില്ല. ശരി. വേറെ എക്സാമ്പിൾ പറയാം. ഹി വാസ് അലോങ് ദ റോഡ്. അവൻ റോഡിലൂടെ നടക്കുന്നു, റോഡിന്റെ അരികിലൂടെ നടക്കുന്നു. ഹി വാസ് അലോങ് ദ റോഡ്. അവൻ റോഡിലൂടെ നടക്കുന്നു. അത് പറയാണ് ഹി ഡസിന്റ് വാക്ക് അലോങ് ദ റോഡ്. അവൻ റോഡിലൂടെ നടക്കുന്നില്ല. അവിടെ ഹി ഡസിന്റ്, ഹി ഡസ് നോട്ട് വാക്സ് എന്ന് പിന്നെ പറയാൻ പാടില്ല. ഹി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വാക്സ് പറയാൻ പാടില്ല. സിംഗുലർ അല്ലേ? സിംഗുലർ കൂടെ എസ് ഫോം അല്ലേ? പക്ഷേ നെഗറ്റീവില് എന്ത് ചെയ്യും? ആദ്യം തന്നെ ഡു ഡസ് ഡിഡ് ഇതിലൊന്ന് വരുന്നു. ഹി ഡസിന്റ് എന്ന് ആദ്യം വന്നു, അവിടെ എസ് വന്നു, പിന്നെ വീണ്ടും എസ് വേണ്ട. അപ്പൊ ഹി ഡസിന്റ് വർക്ക്, ഹി ഡസിന്റ് വാക്ക് അലോങ് ദ റോഡ്. അവിടെ വാക്സ് എന്ന് പറയാൻ പാടില്ല. ഹി വാക്സ് അലോങ് ദ റോഡ്. അവൻ റോഡിലൂടെ നടക്കുന്നു. അത് നെഗറ്റീവ് ആക്കുമ്പോൾ പറയും ഹി ഡസിന്റ് വാക്സ് ഇല്ല, വാക്ക് അലോങ് ദ റോഡ് എന്നാണ് വരേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ദേ ഡു ദർ ഡ്യൂട്ടി. അവർ അവരുടെ ജോലി ചെയ്യുന്നു. ദേ ആയതുകൊണ്ട് ഡു വന്നു, ഡസ് വന്നില്ല. ദേ ഡു നോട്ട് ഡു ദർ ഡ്യൂട്ടി. ഡു നോട്ട് വന്നു, വീണ്ടും ഒരു ഡു വരണം. ദേ ഡു നോട്ട് ദർ ഡ്യൂട്ടി എന്ന് പറയില്ല. ദേ ഡോണ്ട് ദർ ഡ്യൂട്ടി എന്ന് പറയില്ല. ദേ ഡോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്താണോ സംഭവം അത് പറയണം, വെർബ്. കാരണം ഈ ഡു ഡസ് ഡിഡ് ഇവിടെ ഹെൽപ്പിംഗ് വെർബ് മാത്രമാണ്, സഹായക ക്രിയ. ശരി. ഇവിടെ ഇപ്പോ ഡു എന്നല്ല വേറെ സംഭവം വിചാരിക്കാം. ദേ റീഡ് ദർ ബുക്ക്. ദേ റീഡ് ദർ ബുക്ക്. ദേ റീഡ് ദർ ബുക്സ്. അവർ അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നു. അപ്പോഴും നമുക്ക് ഡൂനോ ആവശ്യമുണ്ട്. അത് നെഗറ്റീവ് ആക്കുമ്പോൾ ദേ ഡു നോട്ട് റീഡ് ദർ ബുക്സ്. ദേ ഡു നോട്ട് റീഡ് ദർ ബുക്സ്. അവിടെ റീഡ് തന്നെയാണ്, എസ് ഫോം അല്ല, ബേസ് ഫോം ആണ്. ഡു എന്ന് വന്നു ചെയ്തു ആദ്യം. ദേ ഡു നോട്ട് റീഡ് ദർ ബുക്സ്. അതേപോലെയാണ് ദേ ഡു നോട്ട് ഡു. ഇവിടെ മെയിൻ വെർബും ഡു തന്നെയാണ് എന്ന് മാത്രം. ആദ്യത്തെ ഡു നോട്ട് എന്താണ്? ഹെൽപ്പിംഗ് വെർബ് എന്നാണ് പറയാം. ഇപ്പൊ നമ്മള് ദേ റീഡ് ദർ ബുക്സ്. ദേ റീഡ് ദർ ബുക്സ്. അവിടെ റീഡ് ആണെന്ത്? മെയിൻ വെർബ് അല്ലെ? അതിന് നെഗറ്റീവ് ആക്കുമ്പോൾ ഒരു ഹെൽപ്പിംഗ് വെർബിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഡു ഉപയോഗിക്കാം നമ്മള്. ദേ ഡു നോട്ട് റീഡ് ദർ ബുക്സ്. അല്ലാതെ ദേ റീഡ് നോട്ട് ദർ ബുക്സ് എന്ന് അറിയില്ല. മനസ്സിലായോ? ദേ റീഡ് നോട്ട് ദർ ബുക്സ് നോ, ദേ നോട്ട് റീഡ് ദർ ബുക്സ് നോ, അങ്ങനൊന്നും പറയില്ല. അങ്ങനൊന്നും നെഗറ്റീവ് ആക്കാൻ പറ്റില്ല. ഇപ്പൊ ഡു ഡസ് ഡിഡ് ഇത് ഉപയോഗിച്ചിട്ടാണ് നെഗറ്റീവ് ആക്കാം, ഇങ്ങനെ വെർബ് വരുമ്പോ. ശരി. അപ്പൊ ദേ റീഡ് ദർ ബുക്സ്. അവർ അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നു. ദേ ഡു നോട്ട് റീഡ് ദർ ബുക്സ്. ഇനി ദേക്ക് പകരം ഹി ആണെന്ന് വിചാരിക്കാം. ഹി റീഡ്സ് ഹിസ് ബുക്ക്. അവൻ അവന്റെ പുസ്തകം വായിക്കുന്നു. റീഡ്സ്, READS, റീഡ്സ്. അവിടെ എസ് ഫോം ആണ്. ഹി റീഡ്സ് ഹിസ് ബുക്ക്. അവൻ അവന്റെ പുസ്തകം വായിക്കുന്നു. അത് നെഗറ്റീവ് ആക്കുമ്പോ എങ്ങനെ വരും? ഹി റീഡ്സ് എന്നാണ് അല്ലേ? അവിടെ എസ് ഫോം ആണ്. അപ്പൊ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്ത് വരണം? ഡു വരണം, ഡസ് വരണം. ഡസ് വരണം. ഉറക്കെ പറ, എന്ത് വരണം? ഡസ് വരണം. ഹി റീഡ്സ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കുമ്പോ ഹി
He does not. നെഗറ്റീവ് ആക്കണ്ടേ? He does not. പിന്നെ reads എന്നുള്ള എന്താവും? Read എന്നാവും. കാരണം എസ് ആദ്യം വന്നു, ഡസ് ആദ്യം വന്നു. അപ്പൊ he does not read his book. Okay, got it? പോളാം. Yes. ഇനി വേറെന്ന് പറയാം. She go for a walk every morning. She go for a walk. She goes for a walk every morning. അവൾ എല്ലാ പ്രഭാതത്തിലും ഒരു നടത്തത്തിന് പോകുന്നു. She goes for a walk. She goes, അവൾ പോകുന്നു. For a walk, ഒരു നടത്തത്തിന്. Every morning, എല്ലാ പ്രഭാതത്തിലും എന്ന്. അപ്പൊ ഷീ അതിന്റെ പിന്നെ എസ് ഫോമിൽ വരുമ്പോ എങ്ങനെ വരും? ഗോസ് എന്നാ വരുന്നത്. ഷീ സിംഗുലർ ആയതുകൊണ്ട് ഗോസ് എന്നാണ് അല്ലേ? ഷീ ഗോസ് എന്നാണ്, GOES. ഷീ ഗോസ് ഫോർ എ വാക്ക് എവറി മോർണിംഗ് എന്ന്. അത് നെഗറ്റീവ് ആക്കുമ്പോ തന്നെ വരും ഷീ ഫോർ എ വാക്ക് എവറി മോർണിംഗ്. ബാക്കി അതേപോലെ തന്നെ ഷീ പിന്നെ ഡസ് വരണം. ഡസ് വരുന്നു എങ്ങനെ നമുക്ക് മനസ്സിലാകുക? ഷീ ഗോസ് എന്നാണ്. അപ്പൊ അവിടെ എസ് ഫോം ആണ്. അപ്പൊ നമ്മൾ ഡു ഡസ് ഇട്ടിട്ട് അതിൽ ഏത് ഉപയോഗിക്കണം? ഡസ് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കണം. ഷീ ഡസ് പിന്നെ എന്ത് ചെയ്യണം? നോട്ട് വേണം. നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് വേണം. ഷീ ഡസ് നോട്ട് ഗോ ഫോർ എ വാക്ക് എവറി ഡേ. ഗോട്ട് ഇറ്റ്? അല്ലേ? ഇനി നമ്മൾ പറയാം ദേ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. അവർ അല്ലെങ്കിൽ ദേ ഗോ ഫോർ എ വാക്ക് എവറി മോർണിംഗ്. അവർ ഒരു നടത്തത്തിന് പോകുന്നു എല്ലാ ദിവസവും, എല്ലാ പ്രഭാതത്തിലും. ദേ ഗോ ഫോർ എ വാക്ക് എവറി മോർണിംഗ്. ദേ ആയതുകൊണ്ട് ഗോ എന്നാണ്, ഗോസ് എന്നല്ല. ദേ ആയതുകൊണ്ട് ഗോസ് എന്നല്ല, ഗോ എന്നാണ്. ബേസ് ഫോം ആണ്, എസ് ഫോം ആണ്. അപ്പൊ അതിന് നെഗറ്റീവ് ആക്കുമ്പോൾ എന്തോരും? ദേ ആദ്യം ദേ, സംശയമില്ല, സബ്ജക്റ്റ് കർത്താവ് ആദ്യം ദേ. പിന്നെ എന്ത് പറയണം? ഡു ഡസ് ഡിഡ്. ഇതിലേതൊരു ഡു. കാരണം എന്താണ്? ദേ ഗോ എന്നാണ്. ദേ വെന്റ് എന്നല്ല. വെന്റ് ആണെങ്കിലാണ് നീ പറഞ്ഞ പോലെ ഡിഡ് ആകുക. കാരണം പാസ്റ്റ് ടെൻസ് വരാൻ പറ്റില്ല. ഡു ഡസ് ഡിഡ്. പിന്നെ ഡൂവും ഡസും എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാലാണ്. ഡിഡ് തരുന്നത് പാസ്റ്റ് ആണ്. ഇവിടെ ദേ ഗോ എന്നാണ്. ദേ ഗോ എന്നാണ്. ഗോ എന്താണ്? പ്രസന്റ് ആണ്. അപ്പൊ ദേ ഗോ ഫോർ എ വാക്ക് എവറി മോർണിംഗ്. അവർ ഒരു നടത്തത്തിന് പോകുന്നു എല്ലാ പ്രഭാതത്തിലും. അവർ എല്ലാ പ്രഭാതത്തിലും ഒരു നടത്തത്തിന്, ഒരു സവാരിക്ക് പോകുന്നു. യഥാർത്ഥം ഒരു നടത്തത്തിന് പോകുന്നു. അപ്പോ ദേ ഗോ ഫോർ എ വാക്ക് എവറി മോർണിംഗ്. നെഗറ്റീവ് ആക്കുമ്പോ ദേ ഡു എങ്ങനെ കിട്ടി? ഗോ എന്നത് സിംഗുലർ ആണ് അല്ലെ? പ്രസന്റും ആണ്. അപ്പൊ ഡു ഡസ് ഇതിൽ ഏത് ഉപയോഗിക്കണം? എസ് ഫോം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഡു ഉപയോഗിക്കണം. ഡിഡ് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ദേ വെന്റി എന്നല്ല, പാസ്റ്റ് ടെൻസ് അല്ല. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദേ ഡു, പിന്നെ നോട്ട്, ദേ ഡു നോട്ട്. പിന്നെ എന്ത് ചെയ്യണം? മെയിൻ വെർബ്. മെയിൻ വെർബ് എന്താണ് ഇവിടെ? പോരല്ലേ? മെയിൻ വെർബ് ഗോ അവിടെ ഉണ്ട്. ദേ ഡു നോട്ട് ഗോ. ബാക്കിയൊന്നും മാറ്റില്ല. ദേ ഡു നോട്ട് ഗോ ഫോർ എ വാക്ക് എവറി ഡേ. ഡു നോട്ട് എന്നുള്ളതിന് നമുക്ക് എന്താക്കാം വേണമെങ്കിൽ? ദേ ഡോണ്ട് ഗോ എന്നാക്കാം. ഡു നോട്ട് എന്നുള്ളത് ഡോണ്ട് എന്നാക്കാം. ദേ ഡോണ്ട് ഗോ ഫോർ എ വാക്ക് എവറി ഡേ. അങ്ങനെ എഴുതാം. രണ്ടും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്. ദേ ഡിഡ് ദെയർ വർക്ക്. അവർ അവരുടെ ജോലി ചെയ്തു. ഡിഡ് എന്നത് മെയിൻ വെർബാണ് ഇവിടെ, ഹെൽപ്പിംഗ് വെർബ് അല്ല. കാരണം ആര് ഹെൽപ്പ് ചെയ്യാനല്ല ഇവിടെ ഡിഡിനെ കൊടുന്നത്. നേരത്തെ പറഞ്ഞത് ഹെൽപ്പ് ചെയ്യാനാണ് ഡൂനെ ഡസിനൊക്കെ കൊടുന്നത് അല്ലെ? റീഡ് ഗോ എന്നതൊക്കെയാണ് അവിടെ എന്ത്? മെയിൻ വെർബ്. ദേ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. ദേ ഡു നോട്ട് ഗോ ഫോർ എ വാക്ക് എവറി ഡേ. അവിടെ ഗോ എന്നാണ് മെയിൻ വെർബ്. ദേ ഡു നോട്ട് ഗോ എന്ന് പറഞ്ഞിട്ട് ഗോ അല്ല മെയിൻ വെർബ്. ഈ ഡൂന് എന്തിനാണെന്ന്? ഹെൽപ്പ് ചെയ്യാനാണ്. നെഗറ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യാൻ സഹായം വേണം. അതിനു വേണ്ടിയാണ് ഡൂനെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഹെൽപ്പിംഗ് വെർബാണ് അവിടെ. പക്ഷെ ഹിയർ ഇറ്റ് ഈസ് നോട്ട് ദ ഹെൽപ്പിംഗ് വെർബ്. ദേ ഡിഡ് ദ വർക്ക്. ദർ ഇവിടെ എന്താണ്? ഡിഡ് എന്നത് ഇറ്റ് ഈസ് മെയിൻ വെർബ് ഇറ്റ് സെൽഫ്. അത് മെയിൻ വെർബ് തന്നെയാണ്. ശരി, മെയിൻ വെർബാണ്. നെക്സ്റ്റ്, അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം. ദേ ഡിഡിന്റ് ഡു ദ വർക്ക്. അവിടെ ഫസ്റ്റ് ഡിഡിന്റ് എന്നുള്ളത് ഹെൽപ്പിംഗ് ആണ്. ഡു എന്നത് മെയിൻ വെർബാണ്. ശരി, ആദ്യത്തെ ഡിഡ് എന്ന് വന്നില്ലേ, അത് എന്താണ്? മെയിൻ വെർബല്ല, ഹെൽപ്പിംഗ് വെർബാണ്. ഈ ഡൂനെ ഹെൽപ്പ് ചെയ്യാനാണ്. ഈ ഡൂനെ നെഗറ്റീവ് ആക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ദേ ഡിഡ് ദ വർക്ക്, അതിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? നെഗറ്റീവ് ആക്കാൻ ഡു ഡസ് ഡിഡ് ഇത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം.
എതിര് ഇങ്ങനെ വേർബ് വരുമ്പോ, ഈ വെർബ് വരുമ്പോ അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഏതാ ഉപയോഗിക്കേണ്ടത്? ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. സംശയിക്കാനൊന്നുമില്ല. അത് പ്ലൂരലിനും പിന്നെ സിംഗുലറിനൊക്കെ എന്താണ്? ഡിഡ് തന്നെ. നേരത്തെ പ്ലൂരലിനും സിംഗുലറിനും വ്യത്യാസം ഉണ്ടായിരുന്നു. ഏത്? ഡസ് ഡു എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല. ഇവിടെ നമ്മൾ ഐ ആണെങ്കിലും യു ആണെങ്കിലും ദേ ആണെങ്കിലും രമേശ് ആണെങ്കിലും രാമനാണെങ്കിലും റഹീമയാണെങ്കിലും ഫരീദയാണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ദേ പിന്നെ ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡിഡ് തന്നെ ഉപയോഗിക്കേണ്ടത്. പിന്നീട് എന്താ ഉപയോഗിക്കേണ്ടത്? നോട്ടാണ്. പിന്നെ മെയിൻ വെർബാണ്. മെയിൻ വെർബ് ഇവിടെ ഡിഡ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഡിഡ് വീണ്ടും ഉപയോഗിക്കരുത്. കാരണം ഡിഡ് ആദ്യം വന്നുകൊണ്ട് പിന്നെ ഡു മതി, പ്രസന്റ് ടെൻസ് മതി. മനസ്സിലേ? ദേ ഡിഡിന്റ് ഡു ദ വർക്ക്. ഇനി വേറൊരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഡിഡ് ആയതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. മെയിൻ വെർബ് വേറെ ആയത് വരിക. മെയിൻ വെർബ് ഡിഡ് വരാതെ വേറെ ഒന്ന് വന്നത് പറയാം. എങ്ങനെ? ഉദാഹരണം പറയാം. They walked along the street. They walked along the street. അവർ തെരുവിലൂടെ നടന്നു. They walked along the street. അവർ തെരുവിലൂടെ നടന്നു. അതെങ്ങനെ നെഗറ്റീവ് ആക്കും? അവർ തെരുവിലൂടെ നടന്നു പറഞ്ഞാൽ മുസ്ബത്താണ്. അത് അഫർമേറ്റീവ് ആണ്. അതിനെ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. എങ്ങനെ നെഗറ്റീവ് ആക്കും? ദേ, അത് സംശയമല്ല. ദേ സബ്ജക്റ്റ് ആദ്യം പറയണല്ലോ. ദേ പിന്നെ വാക്കിട് നടന്നത്. അപ്പൊ ഡു ഡിഡ് ഡസ് ഏത് വരും? ഡു ഡസ് ഡിഡ് ഏത് വരും? ഡിഡ്. സംശയിക്കാന്താ? വാക്കിട് എന്നുള്ള എന്താണ്? ഫാസ്റ്റ് അല്ലേ? ഇ ഡി ചേർത്തിട്ടുണ്ടാക്കിയ വാസ്റ്റാണത് അല്ലേ? വാക്കിട് അല്ലേ? വാക്കിന്റെ പാസ്റ്റൻസ് വാക്കിടുന്നതാണ്. അപ്പൊ ദേ വാക്കിടുന്നതാണ്. അതുകൊണ്ട് അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ദേ വന്നു, പിന്നെ എന്ത് ചെയ്യണം? ഏതാണോ വെർബ് നോക്കണം. വാക്കിടുന്നതാണ് വെർബ്. അപ്പൊ ഡു ആണോ ഡിഡ് വേണോ ഡസ് വേണം ചിന്തിക്കണം. ഡൂവും ഡസും അല്ല, അത് പ്രസന്റ് ടെൻസിനാണ്. ഇവിടെ പാസ്റ്റ് ആണ്. അപ്പൊ ഡിഡ് പാസ്റ്റ് ആകുമ്പോൾ ഡിഡ് മാത്രമേ ഉള്ളൂ, വേറെ ചിന്തിക്കേണ്ടതില്ല വെർബിന്റെ ഇതിന്റെ കൂടെ അല്ലേ? അപ്പൊ ദേ ഡിഡ് പിന്നെ നോട്ട് വേണം. ദേ ഡിഡ് നോട്ട്. വാക്കിടുന്നുള്ള എന്താവും? വാക്കുന്നാവും. കാരണം എന്താ വാക്കിട് ഉപയോഗിക്കാൻ പറ്റാത്തത്? ആദ്യം ഡിഡ് ഉപയോഗിച്ചില്ലേ? നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പിംഗ് വെർബായിട്ട് ഡിഡ് ഉപയോഗിച്ചു. പിന്നെ എന്ത് ചെയ്യാൻ വേണ്ട? വാക്കിടും വീണ്ടും വേണ്ട. അപ്പൊ ദേ ഡിഡിന്റ് വാക്ക് along the street. They didn't walk along the street. അല്ല they didn't walk along the street എന്ന് പറയില്ല. ശരിയല്ലേ? They not walked along the street. They walked not along the street. അങ്ങനെ ഒന്നും പറയില്ല. They didn't walk along the street. Okay, got it. Next. ഇനി helping verb. Meena can swim in the river. മീനക്ക് പുഴയിൽ നീന്താൻ കഴിയും. ക്യാൻ കഴിയും. സ്വിം എന്നതാണ് മെയിൻ വെർബ്. ഇവിടെ ക്യാൻ എന്നത് എന്താണ്? ഹെൽപ്പിംഗ് വെർബാണ്. നേരത്തെ പറഞ്ഞതിൽ ഡസ് എന്നത് ഹി ഡസ് ദ വർക്ക്. അവിടെ ഡസ് എന്നത് മെയിൻ വെർബാണ്, ഹെൽപ്പിംഗ് വെർബല്ല. ഹെൽപ്പിംഗ് വെർബായിട്ട് ഡസ് വരാറുണ്ട്, പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഹെൽപ്പിംഗ് വെർബല്ല. നേരെ പറഞ്ഞ് ഹി ഡസിന്റ് ഡു ദ വർക്ക് എന്നുള്ളത് ആ ഡു എന്നത് മെയിൻ വെർബും ആദ്യം വന്ന ഡസ് ഡൂവിനെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഹെൽപ്പിംഗ് വെർബും ആണ്. മനസ്സിലായില്ലേ? ഇവിടെ മീന ക്യാൻ സ്വിം ഇൻ ദ റിവർ. അവിടെ സ്വിം എന്നതാണ് മെയിൻ വെർബ്. ക്യാൻ എന്നതിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. മീന സ്വിം ഇൻ ദ റിവർ എന്നാകുമ്പോൾ അർത്ഥം എന്താ? മീന സ്വിംസ് എന്നാണ് ഉപയോഗിക്കുക. മീന സ്വിംസ് ഇൻ ദ റിവർ. മീന പുഴയിൽ നീന്തുന്നു എന്നർത്ഥം. മീന സ്വിംസ് ഇൻ ദ റിവർ. പക്ഷെ ഇവിടെ അതല്ല, മീന ക്യാൻ സ്വിം ഇൻ ദ റിവർ. മീനക്ക് പുഴയിൽ നീന്താൻ കഴിയും. അപ്പൊ സ്വിംസ് വരാൻ പാടില്ല. ശരി, നമ്മൾ സിംഗുലറിന്റെ കൂടെ എന്താ ഉപയോഗിക്കുക? എസ് ഫോം ഉപയോഗിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ക്യാൻ വന്നതുകൊണ്ട് എസ് ഫോം പോയി. മീന ക്യാൻ സ്വിം ഇൻ ദ റിവർ. മീന ക്യാൻ സ്വിം. ക്യാൻ വന്നാൽ പിന്നെ ബേസ് ഫോം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മീന ക്യാൻ സ്വിംസ് ഇൻ ദ റിവർ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ്. ഇത് മീന ക്യാൻ സ്വിം ഇൻ ദ റിവർ എന്നതാണ് അഫർമേറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് സെന്റൻസ്, മുസ്ബത്ത്. ഇനി അതിനെ നെഗറ്റീവ് ആക്കുന്നു. ക്യാൻ എന്നത് എന്താവും? കാണ്ട് അല്ലെങ്കിൽ കനോട്ട് എന്ന് പറയാം. കനോട്ട് എന്നാണെങ്കിൽ ശ്രദ്ധിക്കണം, കനോട്ട് എന്ന് എഴുതുമ്പോൾ CAN പിന്നെ NOT കൂടി ഉണ്ടല്ലോ, നോട്ട് എന്നുണ്ട്. ആ ക്യാൻ നോട്ട് എന്നുള്ളത് ചേർത്ത് ഒരുമിച്ചാണ് ഇത്. കനോട്ട് എന്നാണ്. കനോട്ട് ക്യാൻ എന്നുള്ളതിന്റെ കൂടെ ഉള്ള നോട്ടോട് ഒരുമിച്ചാണ് ഇത്. CAN NOT. ചിലർ തെറ്റ് ചെയ്താറുണ്ട്. ഈ പുസ്തകത്തിൽ ചിലടത്ത് അങ്ങനെ കാണുന്നുണ്ട്, അത് തെറ്റാണ്. കനോട്ട് ഒരുമിച്ചാണ് ഇത്. CAN NOT ഒരുമിച്ച് കേട്ടോ.
അതിനെ ഈ കനോട്ട് എന്നതിനെ ഷോർട്ട് ആക്കിയിട്ട് കാണ്ട് എന്ന് പറയാം. എന്ത്? കാണ്ട്. CAN എഴുതിയിട്ട് ഒരു അപ്പോസ്ട്രോഫ് ഇട്ടിട്ട് T നീട്ടും. കാണ്ട് മീൻസ് കനോട്ട്. അതിനർത്ഥം കനോട്ട്. അപ്പൊ മീന ക്യാൻ സ്വിം ഇൻ ദ റിവർ. അത് നെഗറ്റീവായി പറയുമ്പോൾ മീന കാണ്ട് സ്വിം ഇൻ ദ റിവർ. മീനക്ക് പുഴയിൽ നീന്താൻ കഴിയില്ല എന്നർത്ഥം. നെക്സ്റ്റ്, അലി കുഡ് വാക്ക് ദ ഡിസ്റ്റൻസ്. അലിക്ക് ആ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. കുഡിൻഡ്. ക്യാൻ എന്നല്ല, കുഡ്. കഴിഞ്ഞു എന്നാണ് കുഡ്. അലി കുഡ് വാക്ക് ദ ഡിസ്റ്റൻസ്. അലിക്ക് ആ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നാണ് കുഡ്. ക്യാൻ കഴിയും എന്നാണ്. പ്രസന്റ് ടെൻസ് ആണ്. കഴിയും എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് പറഞ്ഞാല് ഒരു സാധ്യത ആണ് പറയുന്നത്. ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്നതാണ്. ശരി. അതിന്റെ ക്യാനിന്റെ പാസ്റ്റ് പറയുമ്പോ എന്താണ് പറയാ? കുഡ് എന്നാണ് പറയാം. ക്യാന്റെ പാസ്റ്റ് കുഡ് എന്നാണ്. COULD. അലി കുഡ് വാക്ക് ദ ഡിസ്റ്റൻസ്. അത് നെഗറ്റീവായി പറയുമ്പോൾ അലി കുഡിന്റ് വാക്ക് ദ ഡിസ്റ്റൻസ്. അലിക്ക് ആ ദൂരം താണ്ടാൻ നടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കഴിയുന്നതിനെ പറയും അലി ക്യാൻ വാക്ക് ദ ഡിസ്റ്റൻസ്. അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ അലി കാണ്ട് വാക്ക് ദ ഡിസ്റ്റൻസ്. അലിക്ക് ആ ദൂരം നടക്കാൻ കഴിയില്ല. അപ്പൊ അലി കുഡിന്റ് വാക്ക് ദ ഡിസ്റ്റൻസ് ആകുമ്പോൾ അലിക്ക് ആ ദൂരം നടക്കാൻ കഴിഞ്ഞില്ല മറ്റേ കഴിയുകയില്ല. കാണ്ടും കുഡിന്റും. ശരി. മൈ മദർ മേ കോൾ മീ നൗ. എന്റെ അമ്മ എന്നെ ഇപ്പോൾ വിളിച്ചേക്കാം. മേ കോൾ അല്ല കേട്ടോ. മൈ മദർ മേ കോൾ മീ നൗ. മൈ മദർ മേ നോട്ട് കോൾ മീ നൗ. എന്റെ അമ്മ എന്നെ ഇപ്പോൾ വിളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ശരി. അതാണ് മേ നോട്ട് കോൾ മീ നൗ. നെഗറ്റീവ്. വി മസ്റ്റ് ആൻസർ ഹിസ് ക്വസ്റ്റ്യൻ. വി മസ്റ്റ് നോട്ട് ആൻസർ ഹിസ് ക്വസ്റ്റ്യൻസ്. നാം അവന്റെ ചോദ്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. മസ്റ്റാണ്. വി മസ്റ്റ് നോട്ട് ആൻസർ. നൽകേണ്ടതില്ല, ഉത്തരം നൽകേണ്ടതില്ല. വി ഷുഡ് ഒബേ അവർ പാരന്റ്സ്. നാം നമ്മുടെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ അനുസരിക്കണം. ഷുഡ്. വി ഷുഡിന്റ് ഒബേ അവർ പാരന്റ്സ്. നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല. നെഗറ്റീവ്. അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് നെഗറ്റീവ് ആക്കി എന്നുള്ളൂ. ഷുഡ് എന്നുള്ള ഷുഡിന്റ് എന്നാണ് ഉപയോഗിക്കാൻ പറയാൻ. ബാക്കി പിന്നീട് എടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.